അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. മുമ്പൊരിക്കലൊരു എപ്പിസോഡിൽ ഇഹ്യാ ഉലൂമുദ്ദീനിലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അങ്ങനെ ഒരുമിച്ചുണ്ടാകുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴുണ്ടാകുന്ന പരസ്പര ബന്ധത്തെക്കുറിച്ച്, അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ വിശദമായിട്ട് അതിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് അതിഥികളെ സൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിഥിയെ ആദരിക്കുക എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ചൊരു കാര്യമാണ്. ഈമാനിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ലൈഫഹു എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അവർ അതിഥികളെ ആദരിക്കട്ടെ. അതിഥികളെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ അതിഥികളെ ക്ഷണിക്കുന്നത് മുതൽ അവരെ സ്വീകരിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ അവരെ ഇരുത്തുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, അവരെ താമസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഘടകങ്ങളെല്ലാം ചേരുന്നതാണ് അതിഥിയെ ആദരിക്കുക എന്ന് പറയുന്നത്. അത് ഈമാനിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിൻ എന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു സംസ്കാരം, ഒരു കൾച്ചർ, പ്രത്യേകിച്ച് നമുക്കറിയാം മുസ്ലിം സംസ്കാരത്തിൽ അതിഥികളെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ അർത്ഥത്തിലുള്ള പ്രാധാന്യമുണ്ട്. അത് വ്യത്യസ്തങ്ങളായ ഇടങ്ങളിലെ നാടുകളിലുള്ള മുസ്ലിം സംസ്കൃതികളിലൊക്കെ അത് കാണാൻ കഴിയും. അത് ഇസ്ലാം ലോകത്തിന് തന്നെ കാണിക്കുന്ന വലിയൊരു മാതൃകയാണ്. ഈ അതിഥി സൽക്കാരവുമായി ബന്ധപ്പെട്ട് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഈ അതിഥികളെ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത്, അതിലേക്ക് ക്ഷണിക്കപ്പെടേണ്ട ആളുകളെ ബോധപൂർവം ഒഴിവാക്കരുതെന്നാണ്. അതായത് നമ്മൾ പൊതുവായിട്ട് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളുടെ ആഭിമുഖ്യത്തിൽ ഒരു സൽക്കാരം നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ ചിലരെ മാത്രം ക്ഷണിക്കുക, അതായത് പ്രത്യേകിച്ച് പണക്കാരെ മാത്രം, സ്വാധീനമുള്ളവരെ മാത്രം, അത് മറ്റുള്ളവരെ ക്ഷണിക്കാനുള്ള അവസരമുണ്ടായിട്ടും ബോധപൂർവം ദരിദ്രരെയും അതുപോലുള്ള ആളുകളെയും ഒഴിവാക്കുന്ന രീതി ഉണ്ടാകാൻ പാടില്ല എന്നും അദ്ദേഹം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ചൊക്കെ പരാമർശിച്ചിട്ടുണ്ടല്ലോ. അതേസമയം ചില പ്രത്യേകമായ അവസരത്തിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും, അവർക്കായി പ്രത്യേകം ഒരുക്കുന്ന കാര്യം. എന്നാൽ പൊതുവായിട്ട് എല്ലാവരെയും വിളിക്കുന്ന അത്തരം സദ്യയിലേക്ക്, അത്തരം സൽക്കാരങ്ങളിലേക്ക് ബോധപൂർവം ചില ആളുകളെ മാറ്റി നിർത്തരുത്. അത് ബന്ധങ്ങളെ തകർക്കുന്ന, അതുപോലെ ആളുകളെ അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന കാര്യമാണ് എന്ന് പറയുന്നുണ്ട്. ക്ഷണം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം പറയുന്നത്, ഒരാൾ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരാൾക്ക് നൽകേണ്ട അവകാശമാണെന്നാണ്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ക്ഷണിച്ചാൽ ഉത്തരം നൽകുക എന്ന് പറയുന്നത് ഒരു സഹോദരനോടുള്ള ഒരു ബാധ്യത കൂടിയാണ്. അദ്ദേഹം ക്ഷണിച്ചാൽ അങ്ങോട്ട് പോകുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്ഷണം സ്വീകരിക്കുന്നതിൽ അതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചിലർ പറയാറുണ്ട്, മറ്റൊരാളുടെ പാത്രത്തിൽ കൈവച്ചാൽ നമ്മളുടെ പിരടി അയാൾക്ക് കീഴ്പ്പെടുത്തുന്നതിന് തുല്യമാണ് എന്ന് ചില വീക്ഷണങ്ങൾ ചിലർ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഭക്ഷണത്തിലേക്കുള്ള ക്ഷണങ്ങൾ സ്വീകരിക്കരുതെന്നും പരമാവധി ഒഴിവാക്കണമെന്നും, കാരണം ഒരാളുടെ ഭക്ഷണം കഴിക്കുന്നതോടെ അയാൾക്ക് നമ്മൾ വിധേയപ്പെടേണ്ടി വരും എന്നൊക്കെയുള്ള ചില വീക്ഷണങ്ങൾ ചിലർ പറയാറുണ്ട്. അത്തരം വീക്ഷണങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അതത്ര ശരിയല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പ്രത്യേകം പഠിപ്പിച്ചതാണ്. എന്നാൽ അതേസമയം അങ്ങനെയുള്ള ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾ ക്ഷണിച്ച സദ്യയിലേക്കും സൽക്കാരത്തിലേക്കും വേണമെങ്കിൽ പോകാതിരിക്കാം. കാരണം ചിലർ നമ്മളെ ക്ഷണിച്ചാൽ നമ്മൾ അങ്ങോട്ട് പോയി ഭക്ഷണം കഴിക്കുന്നത് അവരുടെ എന്തോ വലിയ ഔദാര്യമായി കാണുകയും അത് മറ്റുള്ള ആളുകളോട് അവർ പങ്കുവെക്കുകയും, അതുപോലെ തന്നെ നമ്മൾ അവരുടെ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മൾ അവർക്ക് വിധേയപ്പെടേണ്ടതാണ് എന്ന രീതിയിലുള്ള മെൻറ്റാലിറ്റിയൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ ക്ഷണം ഒഴിവാക്കാവുന്നതാണ് എന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ചില സൽക്കാരങ്ങളിൽ ചിലരെ ബോധപൂർവം ഒഴിവാക്കുന്ന അത്തരം അത്യാഡംബരങ്ങളുടേതായ അത്തരം കാര്യങ്ങൾ, ഇസ്ലാമിക സംസ്കാരത്തിന് നിരക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും മാറി നിൽക്കാവുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും അതിൻ്റെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ദൂരം മാത്രം പരിഗണിച്ചുകൊണ്ട് പോകാതിരിക്കരുത് എന്നാണ്. അത് നമുക്ക് പോകാവുന്ന ഒരു ദൂരത്താണ്, നമുക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ആ ക്ഷണം സ്വീകരിക്കുക തന്നെയാണ് വേണ്ടത്. തൗറാത്തിലെ ഒരു വചനം അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്, ഒരു നാഴിക സഞ്ചരിച്ചിട്ടെങ്കിലും രോഗിയെ നിങ്ങൾ സന്ദർശിക്കണം.
2 നാഴിക ദൂരം പിന്നിട്ടിട്ടെങ്കിലും ഒരു ജനാസയിൽ നിങ്ങൾ പങ്കെടുക്കണം. 3 നാഴിക പിന്നിട്ടിട്ടെങ്കിലും ഒരു ക്ഷണിക്കപ്പെട്ട ഒരു സദ്യയിലേക്ക് ഒരു സൽക്കാരത്തിലേക്ക് നിങ്ങൾ പോകണം. 4 നാഴിക പിന്നിട്ടിട്ടാണെങ്കിലും ആദർശ സഹോദരനെ നിങ്ങൾ സന്ദർശിക്കണം. അതുകൊണ്ട് ദൂരം എന്ന് പറയുന്നത് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ദൂരമാണെങ്കിൽ, സൗകര്യങ്ങളൊക്കെ ഒത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് പരമാവധി അവിടെ പോവുക എന്ന് പറയുന്നതാണ് അതിൻ്റെ രീതി. മറ്റൊന്ന് നോമ്പിനെ കുറിച്ചാണ്. ഒരാളിപ്പോൾ നോമ്പെടുത്തിട്ടുണ്ട്, ക്ഷണിക്കപ്പെട്ട ദിവസം ഒരാൾ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ ആ ആതിഥേയന് ഇദ്ദേഹം നോമ്പ് ഒഴിവാക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ നോമ്പ് ഒഴിവാക്കണം എന്നാണ്. കാരണം ആ നോമ്പെടുക്കുന്നതിനേക്കാൾ പുണ്യം ആ ആതിഥേയൻ്റെ ഇഷ്ടം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സൽക്കാരം സ്വീകരിച്ച് ഭക്ഷണം കഴിക്കലാണ് സുന്നത്ത് നോമ്പെടുക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് പറയുന്നുണ്ട്. ഇനി ഒരാൾ പറയാണ്, ആതിഥേയൻ പറയാണ്, നിങ്ങൾ നോമ്പെടുത്തിട്ടായാലും വന്നോളും, നിങ്ങൾ ഭക്ഷണം കഴിക്കണം എന്നില്ല, നിങ്ങൾ വന്നാൽ മതി. അങ്ങനെ ഉണ്ടാവും. ചില ആളുകൾ നമ്മളുടെ സാന്നിധ്യമായിരിക്കും ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കേണ്ടതില്ല. മറിച്ച് അവിടെ പോകുകയും അവരോട് സംസാരിക്കുകയും, അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, നോമ്പുകാരൻ്റെ സൽക്കാരം എന്ന് പറയുന്നത് അവിടുത്തെ മധുര ഭാഷണങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ധൂമങ്ങൾ, അവിടുത്തെ സുഗന്ധങ്ങളുമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പങ്കെടുക്കേണ്ടവർക്ക് അങ്ങനെയും പങ്കെടുക്കാം. അപ്പോൾ നോമ്പ് അതിൻ്റെ ഒരു തടസ്സമായിട്ട് മാറരുത് എന്നുള്ളതാണ് അദ്ദേഹം പ്രത്യേകമായിട്ട് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏത് നിലക്കും ഈ പറയുന്ന ക്ഷണം സ്വീകരിക്കുക എന്ന് പറയുന്നതിനെ പ്രത്യേകമായിട്ട് പ്രോത്സാഹിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. ഇനി അവിടെയൊക്കെ എത്തിക്കഴിയുമ്പോൾ എവിടെയാണ് നമ്മൾ ഇരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എത്തിക്കഴിയുന്ന സമയത്ത് നമ്മൾ ഏറ്റവും മുന്തിയ സ്ഥാനങ്ങളിൽ ആദ്യം തന്നെ കയറിയിരിക്കരുത്. ചിലപ്പോൾ ഈ ആതിഥേയൻ വരുന്ന അതിഥികൾക്കൊക്കെയും ഇരിപ്പിടം അദ്ദേഹം പറയുന്ന ഇടത്ത് പ്രത്യേകം ഇരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ചിലപ്പോൾ അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ചില അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അത് ലംഘിച്ച് മറ്റു ചില ഇടങ്ങളിൽ ചെന്നിരിക്കുമ്പോൾ മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ അറേഞ്ച്മെൻറ്റുകളിൽ അത് പ്രയാസം സൃഷ്ടിക്കും. അതുകൊണ്ട് അദ്ദേഹം ഒരു പ്രത്യേകമായ സ്ഥലത്ത് ഇവിടെ ഇരിക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതുപോലെ പിന്നീട് ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് പെട്ടെന്ന് നൽകുക എന്നുള്ളതാണ്. ഇത് അതിഥികൾ വന്നു കഴിയുമ്പോൾ പിന്നെ വെറുതെ വൈകിക്കരുത്. അത് അതിഥികളിൽ മുഷിപ്പുണ്ടാക്കും. ചിലപ്പോൾ ചില ആളുകൾ അതിൽ രോഗികളായ ആളുകളുണ്ടാകും, സമയത്തിന് ഭക്ഷണം കഴിക്കേണ്ടവരുണ്ടാകും, അതുപോലെ തന്നെ ചിലപ്പോൾ വിശപ്പ് ഉള്ള ആളുകളുണ്ടാകും. അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ആളുകൾ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നൽകുക എന്ന് പറയുന്നത് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതാണ്. എന്നാൽ അതേസമയം ഒരാൾ വരാൻ ബാക്കിയുണ്ട്, ആ ബാക്കി വരാനുള്ള ആളെ മൊത്തത്തിൽ വെയിറ്റ് ചെയ്യേണ്ടതില്ല. എന്നാൽ ചില ആളുകളെ ചിലപ്പോൾ പ്രത്യേകം കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ വരാനുള്ള ആൾ ഒരു ദരിദ്രനായ ഒരാളാണ്, അദ്ദേഹം വൈകി എത്തി. അപ്പോൾ ഇവരൊക്കെ ഭക്ഷണം കഴിച്ചു തുടങ്ങിയാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു മനപ്രയാസം ഉണ്ടാവും. ഞാനിപ്പോൾ ഇങ്ങനെയുള്ള ഒരാളായതുകൊണ്ടല്ലേ എന്നെ കാത്തു നിൽക്കാതിരുന്നത് എന്ന മനപ്രയാസം തോന്നാൻ സാധ്യതയുള്ള ആളുകളാണെങ്കിൽ അവരെ വെയിറ്റ് ചെയ്യാം. അത് അതിഥികളോട് പ്രത്യേകം പറഞ്ഞ് അദ്ദേഹത്തെ കൂടി വെയിറ്റ് ചെയ്തിട്ട് കാത്തിരിക്കുന്നതിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ കാത്തിരിക്കാതിരുന്നാൽ ബന്ധങ്ങൾ വഷളായി പോകുന്ന ചില ആളുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ പരിഗണിക്കേണ്ട ആളുകളുണ്ടെങ്കിൽ കാത്തിരിക്കാം. അല്ലാത്ത പക്ഷം അത്യാവശ്യം ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് നൽകുക. അതിന് അദ്ദേഹം ഇബ്രാഹിം നബിയുടെ സൽക്കാരത്തെക്കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ വീട്ടിലേക്ക് മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്ന സമയത്ത് അദ്ദേഹം അവരെ സൽക്കരിച്ചതിൻ്റെ ആ ഒരു ധൃതി പറയുന്നുണ്ട്. റാ ഇല അഹ്ലിഹി എന്നാണ്. റാ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പോയി എന്നാണ്. ഇത് വളരെ പെട്ടെന്ന് പ്രേതമയുടെ അടുത്തേക്ക് പോവുകയും എന്നിട്ട് ഭക്ഷണം പെട്ടെന്ന് തയ്യാറാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇജ്ല് എന്നാണല്ലോ അത് പറയുന്നത്. ഇജ്ല് എന്ന് പറഞ്ഞാൽ പശുക്കിടാവാണ്. അപ്പോൾ ആ കിടാവിനെ ഇജ്ല് എന്ന വാക്ക് തന്നെ അജലത്ത് എന്ന് പറയുന്ന ധൃതി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയ ഭക്ഷണം എന്ന രൂപത്തിലാണ് അങ്ങനെ പ്രയോഗിച്ചത് എന്നൊക്കെ ചിലർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും അതിനെ അദ്ദേഹം അവിടെ പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് ധൃതി കാണിക്കുക എന്ന് പറയുന്നുണ്ട്. നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് വിവാഹ സൽക്കാരങ്ങളൊക്കെയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ചില കാരണങ്ങളാലൊക്കെ അങ്ങേയറ്റം വൈകാറുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അങ്ങനെ വൈകാതിരിക്കുക എന്ന് പറയുന്നത്. ഇനി വൈകുമ്പോൾ നിക്കാഹ് കർമ്മങ്ങളൊക്കെ നടക്കുമ്പോൾ കുത്തുബയൊക്കെ നീട്ടിപ്പറയുക. സമയം വൈകിയിട്ടുണ്ടെങ്കിൽ ആ കുത്തുബ നിക്കാഹിൻ്റെ വേളയിൽ കുത്തുബ പറയുന്നത് നല്ലതാണ്. പക്ഷേ അത് ആളുകളെ മുഷിപ്പിക്കുന്ന രീതിയിൽ, അവർ വിശന്നിരിക്കുന്ന രീതിയിൽ കൂടുതൽ സമയം നീട്ടാതിരിക്കുക എന്നൊക്കെയുള്ളതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിലൊക്കെ അദ്ദേഹം പറയുന്നത് അത് ആഡംബരമായി പോകുന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് വിവാഹത്തിൻ്റെ ഉദാഹരണം പറയുന്നുണ്ട്. വിവാഹത്തിൻ്റെ ആദ്യ ദിവസം
ഭക്ഷണം നൽകുന്നത് സുന്നത്തും, രണ്ടാമത്തെ ദിവസം നൽകുന്നത് നാട്ടുനടപ്പും, മൂന്നാമത്തെ ദിവസവും നൽകുന്നത് പൊങ്ങച്ചവുമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും പിന്നീട് ഭക്ഷണം വിളമ്പുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നത് ആദ്യം ഫ്രൂട്ട്സ് നൽകുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പഴവർഗ്ഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ആദ്യം നൽകണം എന്നാണ്. അതിന് അദ്ദേഹം വൈദ്യശാസ്ത്രപരമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് പഴവർഗ്ഗങ്ങൾ വേഗത്തിൽ ദഹിക്കുന്നതാണ്. അതായത് നമ്മൾ പാകം ചെയ്ത ഭക്ഷണത്തേക്കാൾ വേഗത്തിൽ ദഹിക്കുന്നത് പഴവർഗ്ഗങ്ങളായതുകൊണ്ട് ആദ്യം ദഹിക്കുന്ന ഭക്ഷണം ആദ്യം കഴിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് ദഹന പ്രക്രിയക്ക് പ്രയാസം സൃഷ്ടിക്കും. അതുകൊണ്ട് പഴവർഗ്ഗങ്ങൾ ആദ്യം നൽകുന്നത്, അത് ഖുർആനിൽ നിന്നൊരു സൂചനയും അദ്ദേഹം പറയുന്നുണ്ട്. വഫാക്കിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ വലഹ്മി ത്വയ്രിൻ മിമ്മാ യഷ്തഹൂൻ. അതായത് സ്വർഗത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് നൽകപ്പെടുന്ന വിഭവങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ആദ്യം പറയുന്നത് വഫാക്കിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ, അവർക്ക് തിരഞ്ഞെടുക്കാൻ പാകത്തിലുള്ള പഴവർഗ്ഗങ്ങൾ ഉണ്ടാകും. അതിനുശേഷമാണ് വലഹ്മി ത്വയ്രിൻ മിമ്മാ യഷ്തഹൂൻ, അവർ ആഗ്രഹിക്കുന്ന മാംസ വിഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ പഴവർഗ്ഗത്തെ പരാമർശിച്ചിട്ടാണ് മാംസം പറഞ്ഞത്. അത് ഇതിൻ്റെ ഒരു ക്രമത്തെ സൂചിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടാണ് ആദ്യം പഴവർഗ്ഗങ്ങളാണ് നൽകേണ്ടത് എന്നുള്ളതാണ്. പിന്നീട് മാംസം ചേർത്ത ഭക്ഷണം നൽകലാണ് അത്യുത്തമം. അതായത് മാംസമുള്ള ഭക്ഷണമാണ് ഏറ്റവും ഉത്തമമായ ഭക്ഷണം എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഒരാളെ സൽക്കരിക്കുമ്പോൾ നല്ല ഭക്ഷണം തന്നെ നൽകുക, അതിന് മാംസം തിരഞ്ഞെടുക്കലാണ് ഏറ്റവും ഉത്തമമായ കാര്യം. അതിനുശേഷം ആ ഭക്ഷണത്തിന് ശേഷം അല്പം മധുരം നൽകുന്നത് നല്ലതാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതിന് അദ്ദേഹം പറയുന്നത് അള്ളാഹു ഇറക്കിക്കൊടുത്ത മന്നയും സെൽവയും, ബനു ഇസ്രായേലുകൾക്ക് മന്നയും സെൽവയും ഇറക്കിക്കൊടുത്തു എന്നാണ്. സെൽവ എന്ന് പറയുന്നത് മാംസഭക്ഷണവും മന്ന എന്ന് പറയുന്നത് മധുരമുള്ള ഒരു പലഹാരം, ഒരു വിഭവമാണ് എന്നതാണ്. അതുകൊണ്ട് മെയിൻ കോഴ്സിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് അല്പം മധുരം നൽകുന്നത് സൽക്കാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് എന്നും അവസാനത്തിൽ തണുത്ത വെള്ളം കുടിക്കാൻ നൽകുക, അതോടുകൂടിയാണ് ആ സൽക്കാരം പൂർത്തിയാകുന്നത് എന്നുകൂടി അദ്ദേഹം അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ആ ഭക്ഷണം നൽകുമ്പോൾ തന്നെ, മെയിൻ കോഴ്സ് നൽകുമ്പോൾ തന്നെ അതിലും ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. കട്ടി കുറഞ്ഞതും നേരിയതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ആദ്യം നൽകുക. നമ്മളിപ്പോൾ സ്റ്റാർട്ടർ എന്നൊക്കെ പറയാറുണ്ടല്ലോ, സൂപ്പൊക്കെ നമ്മൾ സ്റ്റാർട്ടറായി നൽകാറുണ്ട്. അപ്പോൾ ഇത് അദ്ദേഹം പറയാനുള്ള കാരണം, ചില ആളുകൾക്ക് ചിലപ്പോൾ കുറച്ച് ഭക്ഷണം മതിയാകും. അങ്ങനെ കുറച്ച് ഭക്ഷണം മതിയാവുന്നവർക്ക് ഈ നേരിയ ഭക്ഷണം ആദ്യം ലഭിച്ചാൽ അവർ അത് കഴിക്കുന്നതോടുകൂടി അവർക്കത് മതിയാക്കാവുന്നതാണ്. അപ്പോൾ അവരുടെ ഒരു സൗകര്യം പരിഗണിച്ച് കട്ടി കുറഞ്ഞതും നേരിയതുമായ ഭക്ഷണം ആദ്യം നൽകുകയും പിന്നീട് കട്ടി കൂടിയ ഭക്ഷണങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുക, അതാണ് നല്ലത് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഒരു വിഭവം മാത്രമേ ഉള്ളൂ, അതായത് പ്രധാനപ്പെട്ട ഒരു വിഭവം മാത്രമേ ഉള്ളൂ എങ്കിൽ അക്കാര്യം പറയുന്നത് നല്ലതാണെന്നാണ്. കാരണം ചിലപ്പോൾ ആളുകൾ ഇനി എന്തോ വരാനുണ്ടോ എന്ന് വിചാരിച്ച് കാത്തിരുന്ന് മുഷിയാൻ സാധ്യതയുണ്ട്. അത് അവരുടെ ഉള്ളിൽ തെറ്റായ ഒരു ചിന്ത അവരെക്കുറിച്ച്, ആതിഥേയരെക്കുറിച്ച് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് ഒറ്റ വിഭവം മാത്രമേ ഉള്ളെങ്കിൽ അത് പറയാം. അല്ല, ഇനിയും വിഭവങ്ങൾ വരാനുണ്ടെങ്കിൽ അതും പറയണമെന്നാണ്. അതായത് ആദ്യം നമുക്ക് ഭക്ഷണമൊക്കെ വിളമ്പി ശേഷം എന്തൊക്കെ വരാനുണ്ട്, ഐസ്ക്രീമോ സാലഡ്സോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒക്കെ വരാനുണ്ടെങ്കിൽ അതും അറിയിക്കണം എന്നാണ്. കാരണം കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർക്ക് വരാനുള്ള വിഭവങ്ങളോടായിരിക്കും ഇതിനേക്കാൾ കൂടുതൽ താല്പര്യം. അവർക്ക് ഇഷ്ടമുള്ളതാണല്ലോ കൂടുതൽ കഴിക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് അവർ ഈ ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് കഴിക്കുകയും വരാനുള്ളത് കൂടുതൽ കഴിക്കാനൊക്കെ താല്പര്യം ഉണ്ടാവും. അതുകൊണ്ട് ഇനി ഭക്ഷണങ്ങൾ ഇനിയും വരാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും അറിയിക്കണം, വരാനില്ലെങ്കിൽ അതും പറയണം. അതൊക്കെയും അതിഥിയുടെ ഒരു കംഫർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനമാണ് എന്ന് അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആതിഥേയൻ അവരോടൊപ്പം ഇരിക്കണമെന്നുള്ളതാണ്. ആതിഥേയൻ കൂടി ഇരിക്കണം. കാരണം അതൊരു ഭക്ഷണം കഴിക്കാമെന്ന് മാത്രമല്ലല്ലോ. അപ്പോൾ ഒരാൾ സൽക്കാരത്തിലേക്ക് വരുന്നത് അതും പ്രധാനമാണ്. സൽക്കാരത്തിലേക്ക് പോകുമ്പോൾ ഇവരുടെ മനസ്സിലുണ്ടാവേണ്ടത് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാമല്ലോ എന്ന ഒരു ചിന്ത മാത്രമാവരുതെന്നും, മറിച്ച് ഇതൊരു പരസ്പര ബന്ധത്തിൻ്റെ വിഷയമാണ്, പരസ്പര സ്നേഹത്തിൻ്റെ, പരസ്പര ബന്ധത്തിൻ്റെ. അപ്പോൾ ഈ ബന്ധം ചേർക്കലുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ നമ്മൾ ചെല്ലുന്നപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അത് മുഖേന ലഭിക്കുന്ന ഒരു പുണ്യം, സൽക്കർമ്മം, ഇതൊക്കെ നമ്മളുടെ മനസ്സിലുണ്ടാവണം എന്നുള്ളതാണ്. കേവലം ഭക്ഷണ വിചാരം മാത്രമാവരുത് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആതിഥേയൻ മാറി നിൽക്കാതെ ആതിഥേയൻ കൂടി ഇവരുടെ കൂടെ നിൽക്കണം. അദ്ദേഹം പറയുന്നത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുമ്പോൾ ആദ്യം ആതിഥേയൻ കഴുകണം എന്നാണ്. കഴുകിയിട്ട് മറ്റുള്ളവരെ കൂടി ക്ഷണിച്ച് അവരെ കൂടി ഇരുത്തി അവരുടെ കൂടെ ഇരിക്കണം എന്നാണ്. അപ്പോൾ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ അവസാനം എഴുന്നേൽക്കേണ്ടത് ആതിഥേയനാണ്.
ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പരസ്പരം സംസാരിക്കുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. സംസാരിക്കുന്നത് നല്ലതാണെന്നാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ചിന്ത ശരിയല്ല എന്നും ആ രൂപത്തിൽ വന്നൊരു ഹദീസ് അത് മൗലു ആണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം സംസാരത്തിലൂടെയാണ് പരസ്പര ബന്ധങ്ങൾ വർദ്ധിക്കുന്നത്. അപ്പോൾ നല്ല കാര്യങ്ങൾ സംസാരിക്കുക എന്നതൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് പരസ്പര ബന്ധങ്ങളെ വർദ്ധിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ഇനി ആരെങ്കിലുമൊക്കെ വരാൻ ബാക്കിയുണ്ടെങ്കിൽ ആതിഥേയൻ എഴുന്നേൽക്കാതെ അവരെ കൂടി കാത്തിരിക്കണം. കാരണം പിന്നീട് വൈകി വന്ന ആളുകൾക്ക് ആതിഥേയൻ്റെ കൂടെ ഇരിക്കാൻ ഒരു അവസരം ഉണ്ടാവുക എന്ന അർത്ഥത്തിൽ ആതിഥേയൻ അവിടെ തന്നെ ഇരിക്കണമെന്നാണ് പറയുന്നത്. ഏതായാലും ഒടുവിലാണ് ആതിഥേയൻ എഴുന്നേൽക്കേണ്ടത്. അതുവരെ കഴിക്കാനുള്ളവർ അവർക്ക് പൂർണ്ണമായ സംതൃപ്തിയോടെ കഴിക്കട്ടെ എന്നാണ്. അതിഥികൾ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് അവർക്ക് വിളമ്പിയ ഭക്ഷണങ്ങൾ മാറ്റരുത് അവരുടെ മുന്നിൽ നിന്ന്. അതും പ്രത്യേകം പറയുന്നുണ്ട്. അതിഥികളൊക്കെ എഴുന്നേറ്റതിന് ശേഷം മാറ്റാൻ പറ്റുള്ളൂ. കാരണം അവർക്ക് ചിലപ്പോൾ ചില ആളുകൾ അവസാനം തിന്നാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടാകും ചിലതൊക്കെ. അപ്പോൾ അതിനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കണം. അതുകൊണ്ട് അവർ എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് മാറ്റരുത്. ഇനി അഥവാ മാറ്റുന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ടൊക്കെ വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വീട്ടുകാർ, ഇപ്പോൾ ആതിഥേയൻ മാത്രമാവില്ലല്ലോ വീട്ടുകാർ എന്ന് പറയുന്നത്. ചിലപ്പോൾ അവിടെ കൂടുതൽ ആളുകൾ എല്ലാവർക്കും ഒരുമിച്ച് ഇരിക്കാൻ കഴിയുന്നുണ്ടാവില്ല. എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ അങ്ങനെ ഇരിക്കാം. അതേസമയം കുറച്ച് പേര് ഇരിക്കാൻ ബാക്കിയുണ്ട് വീട്ടുകാർ. അങ്ങനെയെങ്കിൽ അവർക്ക് മാറ്റി വെക്കണം. അവർക്ക് മാറ്റി വെച്ചിട്ടാകണം ഇവർക്ക് വിളമ്പേണ്ടതെന്നാണ്. അല്ലെങ്കിലുള്ള പ്രശ്നം എന്താ? അല്ലെങ്കിൽ ഇവർ കഴിച്ചതിൻ്റെ ബാക്കിയുണ്ടെങ്കിലാണ് ഇവർക്ക് കിട്ടുക. അപ്പോൾ ഈ വീട്ടുകാർ ചിലപ്പോൾ ഇങ്ങനെ നോക്കും ഇവരെത്രയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇവർ കൂടുതൽ കഴിക്കുമ്പോൾ ഇവരുടെ മനസ്സിൽ അവരോടൊരു നീരസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ വന്ന ആളുകളെക്കുറിച്ച് മോശം അഭിപ്രായങ്ങളൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം സൂക്ഷ്മമായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നാണ്. കാരണം നമ്മളൊരു ഭക്ഷണം കഴിക്കുന്നതും ഒരു അതിഥി സൽക്കാരം നടത്തുന്നതൊക്കെ വെറും ഭക്ഷണം കൊടുക്കാനല്ലല്ലോ. പരസ്പരമുള്ള ബന്ധങ്ങൾ, സ്നേഹങ്ങൾ ഒക്കെ മെച്ചപ്പെടാനാണ്. അപ്പോൾ അതിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നും തന്നെ ഉണ്ടാവരുത് എന്ന് പ്രത്യേകം കരുതിയിട്ടാണ് ഇത്തരം സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും പരാമർശിക്കുന്നത്. ഏതായാലും ഭക്ഷണം കഴിച്ചതിനൊക്കെ ശേഷം പിന്നീട് താമസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു അതിഥി വന്നാൽ ആ അതിഥിക്ക് 3 ദിവസം അവിടെ താമസിക്കാനുള്ള അവകാശം ഉണ്ട് എന്നാണ് ഇസ്ലാമിൻ്റെ ഒരു സംസ്കാരം പറയുന്നത്. അവരെ പറഞ്ഞയക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവരെ പോകാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുക. അവരെ താമസിക്കാൻ പ്രേരിപ്പിക്കുന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങളാണ് പറയേണ്ടത് എന്നാണ് പറയുന്നത്. ഏതായാലും അതിഥികൾ പോവുകയാണെങ്കിൽ ഇനി യാത്ര അയക്കുന്നത് എങ്ങനെ എന്നും പറയുന്നുണ്ട്. അതിനു മുമ്പ് അദ്ദേഹം ഈ വന്ന ആളുകൾ ഭക്ഷണം കൊണ്ടുപോകുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതായത് ഇവർ നൽകിയാലല്ലാതെ പ്രത്യേകം ഇവരുടെ അനുവാദമില്ലാതെ അവിടെ വിളമ്പിയ ഭക്ഷണങ്ങൾ എടുത്ത് കൊണ്ടുപോകരുത്. കാരണം ചിലപ്പോൾ ഇവർ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി കരുതി വെച്ചതുണ്ടാകും. അതുകൊണ്ട് പ്രത്യേകം അനുവാദം ചോദിക്കാതെ ഭക്ഷണം കൊണ്ടുപോകരുത്. അവർ തരുകയാണെങ്കിൽ അത് കൊണ്ടുപോകാം, അല്ലാത്ത പക്ഷം അങ്ങനെ സ്വന്തമായി എടുത്തു കൊണ്ടുപോകരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും യാത്ര അയക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, അതിഥികൾ വന്ന് തിരിച്ചു പോകുമ്പോൾ പടിവാതിൽ വരെ അവരെ അനുഗമിക്കണം എന്നാണ്, അവരുടെ കൂടെ പോകണം എന്നാണ്. അത് അവരെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചില അതിഥികൾ വന്നു. അങ്ങനെ അവർ പോകാൻ നേരത്ത് അവരെഴുന്നേറ്റപ്പോൾ റസൂല് കൂടി എഴുന്നേൽക്കാൻ നിന്നു. അപ്പോൾ സഹാബിമാർ പറഞ്ഞു, ഞങ്ങൾ യാത്ര അയച്ചു കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവർ എൻ്റെ അതിഥികളാണ്, ഞാനാണ് അവരെ ആദരിക്കേണ്ടത് എന്ന് പറഞ്ഞ് അവരുടെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയതിനെക്കുറിച്ചൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ആ അതിഥികളെ പറഞ്ഞയക്കുമ്പോൾ സലാമൊക്കെ കൊടുത്ത് അവരുടെ പടിവാതിൽ വരെ അവരുടെ കൂടെയൊക്കെ പോവുക എന്ന് പറയുന്നത് ഒരു നല്ല മര്യാദയായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി വന്ന ആളുകളോട് കൂടി അദ്ദേഹം ചില കാര്യങ്ങൾ പറയാണ്. അതായത് തിരിച്ചു പോകുന്ന സമയത്ത് ഈ ആതിഥ്യത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലൊരു നീരസമായിട്ട് വെക്കരുത്. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അവരെ സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ചില പോരായ്മയും കുറവൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ മറക്കണം. അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറരുത് എന്നും അതൊക്കെ വിട്ടുവീഴ്ച മനസ്സോടുകൂടി കാണുമ്പോഴേ ഇതിൻ്റെ ഒരു ഉദ്ദേശവും ലക്ഷ്യവും പൂർത്തിയാവുകയുള്ളൂ എന്നുകൂടി അദ്ദേഹം സൂചിപ്പിച്ചുകൊണ്ടാണ് അധ്യായം അവസാനിക്കുന്നത്. ഈ അർത്ഥത്തിൽ ഭക്ഷണം എന്ന് പറയുന്ന ഒരു കാര്യം വലിയൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടും ആ സംസ്കാരം എങ്ങനെയാണ് പരസ്പര ബന്ധങ്ങളെ ചേർത്ത് വെക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ മനോഹരമായിട്ട് അതിൽ അവതരിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.